നമസ്കാരം, ഞാൻ സാജി ടിമ്പേഴ്സിൽ നിന്ന് കുമാരനാണ്. ഫോറസ്റ്റ് തേക്കിന് 3 ക്ലാസ് ഉണ്ട്. അതായത് നീളം അനുസരിച്ച്, വണ്ണം അനുസരിച്ച്, ഷേപ്പ് അനുസരിച്ച്, ഇങ്ങനെ 3 തരത്തിലാണ് അതിൻ്റെ ക്ലാസ്. അത് മറ്റുള്ള ജംഗിൾ വുഡുകൾക്കും ഉണ്ട്. ജംഗിൾ വുഡുകൾക്ക് 2 ക്ലാസ്സേ ഉള്ളൂ. കന്മരങ്ങൾക്ക് റോസ് വുഡിനും, അതായത് വീട്ടിക്കും തേക്കിനെ പോലെ തന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ തേക്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നീളത്തെ പറ്റി പറയുമ്പോൾ 1 മീറ്റർ വരെ നീളം വരുന്ന വലിയ വലിയ തടികളുടെ തലപ്പോ അല്ലെങ്കിൽ വളഞ്ഞ ഭാഗമൊക്കെ മുറിച്ച കഷ്ണങ്ങൾ, 1 മീറ്റർ നീളമുള്ള കഷ്ണങ്ങൾക്ക് ബില്ലറ്റ് എന്ന് പറയുക. ഈ കട്ടൻസാണ് ഉദ്ദേശിക്കുന്നത്, ബില്ലറ്റ് എന്നാണ് പറയുക. അത് കുബിക്കടിക്കല്ല അതിൻ്റെ അളവ്. അത് 1 മീറ്റർ നീളത്തിലുള്ള കഷ്ണങ്ങൾ, 1 മീറ്റർ ഉയരം, 1 മീറ്റർ വീതി, 2 മീറ്റർ നീളം, അതിനാണ് പറയുക. അതിനൊരു ടൺ എന്നാണ് പറയുക. ആ ടൺ കണക്കിനാണ് അതിൻ്റെ വില. അത് സാധാരണക്കാരനെ അപേക്ഷിച്ച് ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ പറ്റും. കോണികളുടെ കാല് 2.5 അടി ഉയരത്തിലോ 3 അടി ഉയരത്തിലുള്ള കാലുകൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കബോർഡുകളുടെ, ചെറിയ കിച്ചൺ കബോർഡിൻ്റെയൊക്കെ പോലെയുള്ള ചെറിയ ഫ്രെയിം, അപ്പോൾ അതിനൊക്കെ പറ്റിയ സാധനമാണ്. അത് എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ക്ലിയർ ഫെല്ലിങ്ങൊക്കെ ഉള്ളപ്പോഴാണ് ഇത് ധാരാളം ഡെപ്പോകളിൽ ലേലത്തിൽ വരിക. അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അപ്പോൾ സാധാരണക്കാർ അത് നോക്കിയെടുത്താൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ എന്താ പറയുക, പ്രോഫിറ്റബിളാണ്. പിന്നത്തെ ക്ലാസ് 2.5 മീറ്റർ വരെ നീളമുള്ള ക്ലാസ്സാണ്. 250 സെൻറ്റിമീറ്റർ വരെയാണ് നീളം. അതിന് ഷോർട്ട് ലോഗ് എന്നാണ് പറയുക, ഷോർട്ട് ലെങ്ത്ത്. അതിന് കമ്പാരിറ്റീവ്ലി വില കുറവാണ്. നമ്മുടെ ആ നീളം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾക്ക് അത്തരം തടി എടുത്താൽ മതി. ഡെപ്പോയിൽ പോയി എടുക്കുമ്പോൾ, ലേലത്തിലെടുക്കുമ്പോഴും മറ്റും അതിന് വില വളരെ വ്യത്യാസമുണ്ട്. പിന്നത്തെ ക്ലാസ് നോർമൽ മീഡിയം ലോഗ് എന്ന് പറഞ്ഞാൽ അത് 2.5 മീറ്റർ മുതൽ 730 സെൻറ്റിമീറ്റർ വരെ നീളമാണ്. 730 സെൻറ്റിമീറ്റർ വരെ വരുന്നതിനെയാണ് മീഡിയം തടി എന്ന് പറയുന്നത്. അതാണ് സാധാരണക്കാരെല്ലാ കാര്യങ്ങൾക്കും എടുക്കുന്ന തടി അതാണ്. അത് കഴിഞ്ഞിട്ട് ലോങ് ലെങ്തി ലോഗ് എന്ന് പറയുന്നത് 730 സെൻറ്റിമീറ്റർ, 730 സെൻറ്റിമീറ്റർ മുതൽ നീളം കൂടിയതിനാണ് ലോങ് ലെങ്തി ലോഗ് എന്ന് പറയുക. അത് പ്രത്യേകമായിട്ട് ഈ അമ്പലങ്ങളുടെ പണികൾക്ക്, പിന്നെ ഉരു ഉണ്ടാക്കാൻ കടലിൽ ഉരു ഉണ്ടാക്കാൻ, ഇതിനൊക്കെയാണ് എക്സ്പോർട്ടിങ്. ഈ ഉരു ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ തടി പോകുന്നുണ്ട്, നീളം കൂടിയത്. ഇപ്പോൾ വളരെ കുറവാണ്, പണ്ടൊക്കെ ധാരാളം പോയിരുന്നു. അപ്പോൾ അതാണ് ആ ക്ലാസ്. അതിന് കമ്പാരിറ്റീവ്ലി എപ്പോഴും വില കൂടും. ക്ഷേത്രങ്ങളുടെ പണികൾക്കൊക്കെ നീളം കൂടിയ കഴുക്കോല് ഉത്തരത്തിനൊക്കെ അത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കമ്പാരിറ്റീവ്ലി വില കൂടും. അപ്പോൾ നീളം അനുസരിച്ച് ഇങ്ങനെ 3 ക്ലാസ്സാണുള്ളത്. പിന്നെ ഇതിൻ്റെ വണ്ണം അനുസരിച്ചൊരു ക്ലാസ്. വണ്ണം അനുസരിച്ച് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ വരെ നടുവിൽ വണ്ണം വരാവുന്നതിന് ബിലോ സ്പെസിഫിക്കേഷൻ എന്ന് പറയും, BS എന്ന് പറയും ഷോർട്ട് ഫോമിൽ. അത് ചെറിയ ചെറിയ ഉപയോഗങ്ങൾക്ക്, ചെറിയ പാനലിങ്, 3 ഇഞ്ച് ഈ പാനലിങ് ചെയ്യുമല്ലോ ചുമരിലൊക്കെ, 3 ഇഞ്ച് വീതി 4 ഇഞ്ച് വീതിയിലൊക്കെ പാനലിങ്ങിന് പറ്റുമോ അത്. പിന്നെ കസേരകളുടെ കാലുകൾക്ക്, ചെറിയ ചെറിയ ഫർണിച്ചറുകൾക്കൊക്കെ ഉപയോഗിക്കാം. അത് വില വളരെ കുറവാണ്. ഫർണിച്ചറുകാരാണ് അത് കൂടുതലെടുക്കുക. പിന്നെ ക്ലാസ് 4, അതായത് 60 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ, അതിന് 4th ക്ലാസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് 75 മുതൽ 99 വരെയുള്ളതിന് 3rd ക്ലാസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ 100 മുതൽ 150 വരെയുള്ളതിന് 2nd ക്ലാസ് എന്ന് പറയും. പിന്നെ 150 മുതൽ 185 വരെയുള്ളതിന് 1st ക്ലാസ് എന്ന് പറയും. 1st ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 185 മേലെ എക്സ്പോർട്ട് ക്ലാസ്. എത്ര വണ്ണം ഉണ്ടെങ്കിലും എക്സ്പോർട്ട് ക്ലാസ്. എക്സ്പോർട്ട് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതുക ഒരു കേടുമില്ലാത്ത തടി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ തടി എന്നാണ്. അങ്ങനെയല്ല. ഫോറസ്റ്റിനെ സംബന്ധിച്ച് ക്ലാസിഫിക്കേഷൻ അതിൻ്റെ വണ്ണം മാത്രമേ നോക്കുന്നുള്ളൂ. അതായത് 185 സെൻറ്റിമീറ്റർ മുകളിൽ പുറത്ത് കൂടുതൽ വണ്ണമുള്ള തടിക്ക് ഒരു വളവുണ്ടെങ്കിലും, ചാലുണ്ടെങ്കിലും, പൊത്തുണ്ടെങ്കിലും ശരി, അതിനെ എക്സ്പോർട്ട് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ നീളം അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. പിന്നെ ഇതിന് ഷേപ്പ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് അവസാനമായിട്ടുള്ളത്. അത് എല്ലാ ക്ലാസ്സിലും ഉണ്ട് ഈ ഷേപ്പ് അനുസരിച്ച്. അതായത് എ ക്ലാസ് എന്ന് പറഞ്ഞാൽ 4 ക്ലാസ്സാണുള്ളത്, ABCD. എ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഓൾ ഡിഫക്ട്സ്, ഒരു ഡിഫക്റ്റും ഇല്ലാത്ത, ഒരു ന്യൂനതകളും ഇല്ലാത്ത തടിക്കാണ് എ എന്ന് പറയുക. എ വളരെ കുറച്ചേ സാധാരണ ലേലങ്ങളിൽ ഉണ്ടാവാറുള്ളൂ. പ്രത്യേകിച്ച് ക്ലിയർ ഫെല്ലിങ്ങൊക്കെ നടന്ന ഒരു പ്ലാന്റേഷൻ മൊത്തമൊക്കെ വെട്ടിക്കൊണ്ടിരുമ്പോൾ
അതിൽ 5-10 തടികൾ എ കിട്ടിയെന്ന് വരാം. വളരെ ചുരുക്കമാണ്. അതിന് പ്രത്യേക ഷെഡ്യൂൾ റേറ്റ് ഉണ്ട്. റേറ്റ് എപ്പോഴും കൂടുതലാണ്, വളരെ കൂടിയ റേറ്റാണ്. പിന്നെ അത് എല്ലാ ക്ലാസ്സിലും ഉണ്ട്. 4th 3rd 2nd 1st എക്സ്പോർട്ട് ഇതിലെല്ലാം ഉണ്ട് എ ക്ലാസ്. പിന്നെ വരുന്നത് ബി, ഷേപ്പ് അനുസരിച്ച് വരുന്നത്. അതായത് ചെറിയ ന്യൂനതകൾ, ചെറിയൊരു വളവോ അല്ലെങ്കിൽ ചെറിയൊരു ശാലോ വളരെ കുറഞ്ഞ അപാകതകളുള്ള മരത്തിനാണ് ബി ക്ലാസ് എന്ന് പറയുക. അത് സാധാരണ എല്ലാ ഡെപ്പോകളിലും കാണും. പിന്നെ സി ക്ലാസ് എന്ന് പറഞ്ഞാൽ ചാനലുണ്ടാവും, വളവുണ്ടാവും, അങ്ങനെ എന്താ പറയുക, അതൊക്കെ സി ക്ലാസ്സൊക്കെ എടുത്ത് നമ്മൾ കട്ട് ചെയ്താൽ നമുക്കൊരു 60% ഔട്ടേൺ കിട്ടാൻ വിഷമമാണ്. 50%ഒക്കെ കിട്ടുള്ളൂ, അത്രയും പോവും. 50-60 മാക്സിമം പ്രതീക്ഷിക്കണ്ടു. സാധാരണ നല്ല ബി ക്ലാസ്സൊക്കെ എടുത്താൽ നമുക്ക് 75 ഒക്കെ കിട്ടും. 75-80 ഒക്കെ സാധാരണ കിട്ടും. എ എടുത്താൽ 90-ൽ മേലെ കിട്ടും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്കൂട്ടൽ പെർസെൻറ്റ് നമുക്ക് ഔട്ടേൺ കിട്ടുന്നത്. അപ്പോൾ ഈ സി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ന്യൂനതകളുണ്ടായിരിക്കും. ഡി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹോളായിരിക്കും, പൊത്തുണ്ടാവും, കേടുണ്ടാവും, പൂതൽ, ദ്രവിപ്പൊക്കെ ഉണ്ടാവും. വിറകാക്കാൻ പറ്റാതെ വരുന്ന മരം, വല്ലാണ്ട് ഇതായൊക്കെ കേടായ വിറകാക്കി കളയും. അങ്ങനെ വരുന്ന മരത്തിനാണ് ഡി ക്ലാസ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഈ ഫോറസ്റ്റിൻ്റെ തടികളെ സംബന്ധിച്ചുള്ള 3 ക്ലാസ്സുകൾ.